നമ്മുടെയൊക്കെ റോൾ മോഡലാകേണ്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജീവിതത്തിലെ ഒരു 5 ക്വാളിറ്റികൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ജീവിതം മുഴുവൻ നമുക്ക് പാഠമാക്കാൻ പറ്റിയ, പകർത്താൻ പറ്റിയ നല്ല നല്ല ഗുണങ്ങളുള്ള, പഠിക്കേണ്ട ജീവിതമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മെ മറ്റുള്ള ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ആളുകൾക്കിടയിൽ നമുക്ക് സ്വീകാര്യത ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര കാലം കഴിഞ്ഞിട്ടും മറക്കാതെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അവിടുത്തെ ജീവിത വിശുദ്ധി കൊണ്ടാണ്. അപ്പൊ നമ്മളും ആ ജീവിതം പകർത്തുകയാണെങ്കിൽ നമ്മൾ മരിച്ച് മണ്ണോടലിഞ്ഞാലും മണ്ണോട് ചേർന്നാലും 1000 വർഷം കഴിഞ്ഞാലും നമ്മെ ഓർക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. 1, ഇങ്ങോട്ട് മുഖം കറുപ്പിച്ച് നടക്കുന്നവനോടും ഇങ്ങോട്ട് മിണ്ടാതെ മുഖം കൂർപ്പിച്ച് നടക്കുന്നവനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചെന്ന് മിണ്ടുമായിരുന്നു, കുശലാന്വേഷണം നടത്തുമായിരുന്നു, സ്നേഹത്തോടെ ഇടപെടുമായിരുന്നു. 2, നബി തങ്ങൾക്ക് എന്തു ബഹിഷ്കരിച്ചാലും, സഹായങ്ങളാവട്ടെ, സപ്പോർട്ടാവട്ടെ, എന്ത് നബി തങ്ങൾക്ക് വിലക്കിയാലും ആ മനുഷ്യന് ഒരു സഹായം വേണ്ട ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക പോക്കാൻ നിൽക്കാറില്ല, തിരിച്ച് സഹായം കൊടുക്കാതിരിക്കില്ല. ആ മനുഷ്യൻ എന്താണോ ഇങ്ങോട്ട് ചെയ്തത് അത് തിരിച്ചും അങ്ങോട്ട് പ്രതികാര ബുദ്ധിയ നബി തങ്ങൾ ചെയ്യാറില്ലായിരുന്നു. മറിച്ച് അദ്ദേഹത്തിന് വേണ്ടതെന്താണോ ആ സഹായ സഹകരണങ്ങളൊക്കെ നബി തങ്ങൾ നൽകുമായിരുന്നു. 3, ഇങ്ങോട്ട് അക്രമം കാണിച്ചവനോട് തിരിച്ച് അങ്ങോട്ടും അക്രമം കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കാറില്ല. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. വാളുകൊണ്ട് നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. അതെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരിച്ചാക്രമിക്കാമായിരുന്നിട്ടും അവിടെ വിട്ടുവീഴ്ചയുടെ വലിയ മനസ്സ് കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമുക്കൊക്കെ അറിയുന്നതാണ്. 4, തന്റെ ശിഷ്യന്മാരായിട്ടുള്ള സ്വഹാബികളോട് എന്ത് കാര്യവും ചർച്ച ചെയ്തിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറില്ല. അവരോട് ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എത്രയോ സംഭവങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. 5, 2 ആളുകൾ സംസാരിക്കുമ്പോൾ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് അതിനിടയിലേക്ക് കയറി ചെന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ശൈലി, ആ 2 ആളുകളുടെ സംസാരം മുറിക്കുന്ന ഒരു ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ 5 ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിലും നമ്മളൊന്ന് പകർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകളുടെ നമ്മോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ആ ഒരു തിരുചര്യയെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി അത് പിന്തുടർന്ന് ജീവിക്കാൻ നമുക്കൊക്കെ, എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.